കുട്ടി എന്റെ PS-ന്റെ കാര്യം എന്താ കുട്ടി? സെക്ഷൻ ഓഫീസർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ചേട്ടാ, ആ സീറ്റിൽ കഴിഞ്ഞ ആഴ്ച ഒരാളെ അവരത് പഠിച്ചു ചെയ്തോളൂ. നിങ്ങക്ക് എന്നാ നടക്കാ കുട്ടി? ചേട്ടാ, പരമാവധി നേരത്തെ ചെയ്യാൻ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസിൽ ജീവനക്കാരില്ലാത്ത അവസ്ഥ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. ആ കുട്ടിയും ഒരു കരാർ ജീവനക്കാരി ആട്ടോ. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ AG ഓഫീസുകളുടെ എണ്ണം കുറച്ചു. ഉടനെ തൃശ്ശൂർക്ക് ചേർത്തു അത്ര. ഇവിടെയാണെങ്കിൽ ആകെ 257 തസ്തികകളിലുള്ളിൽ 51 പേര് മാത്രം സ്ഥിരം ജീവനക്കാര്. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ പോലെ ദിവസക്കൂലിക്കാര്. പിന്നെ ചേട്ടാ, ഇന്ന് എന്റെ ജോലിയുടെ അവസാനത്തെ ദിവസമാണ്. എന്റെ കരാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുക. ഇനിയിപ്പോ ചേട്ടന് എന്നെ കണ്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഒരുപക്ഷെ ആ സീറ്റിൽ ഒരു സ്ഥിരം ജീവനക്കാരി ആയിരുന്നെങ്കിൽ ചേട്ടന്റെ കാര്യം ഇപ്പൊ നടന്നേന്. കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ നിയന്ത്രണം വരുത്തിയത് നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്. ഞങ്ങളെ പോലുള്ളവർക്ക് തൊഴിലും മാന്യമായ കൂലി ഇല്ലാതായി. ചേട്ടനെ പോലുള്ളവര് വർഷങ്ങളോളം പണിയെടുത്ത് അതിന്റെ ആനുകൂല്യങ്ങളും സമയത്ത് ലഭിക്കാതായി. ഇവിടെ മാത്രമല്ല, റെയിൽവേയിലും തപാൽ വകുപ്പിലും ഒക്കെ ഓഫീസ് നിർത്തലാക്കലും തസ്തിക നിർത്തലാക്കലും ഒക്കെ നിത്യസംഭവമായിരിക്കുക. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു. എന്തായാലും ജൂലൈ 9 ദേശീയ പണിമുടക്കില് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ.